അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. കണ്ണൂർ മുണ്ടേരിക്കടവിൽ കിണർ നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ 2 തൊഴിലാളികൾ അതിദാരുണമായി മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരും, സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. ഏറെ പ്രാരാബ്ധമുള്ള കുടുംബമായിരുന്നു. ഇന്ന് ഇലക്ഷനായിട്ട് പോലും ആ 2 പേരും ജോലിക്ക് പോയതായിരുന്നു. കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു. സാധാരണക്കാരായ ഇരുവരും ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിലായിരുന്നു. അങ്ങനെ ഇന്നത്തെ കഠിനാധ്വാനത്തിലാണ് 2 പേരും മരണത്തിന് കീഴടങ്ങിയത്. ആ കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് ഏറെ സങ്കടമായി പോകുന്നത്. ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു 2 പേരും. കിണർ ജോലിക്കിടയിലായിരുന്നു 2 പേരും മരണപ്പെടുന്നത്. രാവിലെ 6 മണിയോടെ ജോലി തുടങ്ങിയതായിരുന്നു. മരണപ്പെട്ടിരിക്കുന്നത് അത്തായക്കുന്ന് സ്വദേശിയും നിലവിൽ കണ്ണാടിപ്പറമ്പിൽ താമസക്കാരനുമായ രാജേഷും പിന്നെ വെള്ളക്കാൽ സ്വദേശിയായ ഗഫൂറും എന്നിവരാണ് അതിദാരുണമായി മരണപ്പെട്ടത്. രാവിലെയായിരുന്നു നാടിനെ നടുക്കിയ ഈ ഒരു അപകടം നടന്നത്. മുണ്ടേരിക്കടവിൽ പുതുതായി നിർമ്മിക്കുന്ന കിണർ പണിയിൽ ഏർപ്പെട്ടതായിരുന്നു 2 പേരും. കിണറിലേക്ക് ഇറങ്ങുന്നതിനിടെയോ മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെയോ ആണ് ഇവർക്ക് ഈ അപകടം ഉണ്ടാകുന്നത്. റോപ്പ് പൊട്ടിയാണ് അപകടം സംഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. അപകടം നടന്ന ഉടനെ തന്നെ നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയും 2 പേരെയും ഉടനെ തന്നെ കണ്ണൂരിലെ AKG ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേട്ട ഏറ്റവും വേദനാജനകമായ വാർത്തയാണിത്. ആ കുടുംബത്തിനും മരണപ്പെട്ടവർക്കും വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. പടച്ചറബ്ബേ, ഈ മരണപ്പെട്ടവരുടെ പാപങ്ങളൊക്കെ പുറത്ത് ഖബർ വിശാലമാക്കി സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, മരണപ്പെട്ടവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ കുടുംബത്തിൻ്റെ അവസ്ഥ നിനക്കറിയാലോ അല്ലാഹ്. നാളെ മുന്നോട്ടുള്ള ജീവിതം അവർക്ക് നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ. പടച്ചറബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.